ഇനി അടുത്ത ജേണൽ എൻട്രി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 3 നമുക്കറിയാം ഏതൊക്കെയാണ് ഐറ്റം ഏതാണെന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 3 മെഷീനറിയും ക്യാഷുമാണ് ഐറ്റം. അവിടെ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് നമ്മൾ എങ്ങനെയാണ് ജേണൽ എൻട്രി ആയിട്ട് ജേണലിൽ എങ്ങനെ എഴുതുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യന് താഴെ അടി വരയിട്ട ശേഷം നറേഷന് താഴെ അടി വരയിട്ട ശേഷം നമ്മൾ ഡേറ്റ് കോളത്തിൽ ഇതുപോലെ തന്നെ എഴുതണം. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് വന്നിട്ടുണ്ട് 10/4/2023. പിന്നെ അപ്പോൾ ആദ്യത്തെ വരിയായിട്ട് എഴുതേണ്ടത് മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് എന്നാണ് കൊണ്ട്. മെഷീനറിയാണ് നമ്മുടെ ഡെബിറ്റ് ഐറ്റം, അതുകൊണ്ട് ആദ്യം മെഷീനറി അക്കൗണ്ടാണ് എഴുതിൻ്റെ. എന്നിട്ട് മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് എഴുതുക. നേരെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ എമൗണ്ട് എഴുതുക. 15 lakh ആണ് എമൗണ്ട് കോളത്തിൽ. ഫസ്റ്റ് കോളമാണ് ഡെബിറ്റ് എമൗണ്ട് കോളം, അതുകൊണ്ട് ഫസ്റ്റ് കോളത്തിൽ മെഷീനറിയുടെ എമൗണ്ട് എഴുതുക. അതിന് ശേഷം 2 എഴുതുക, 2 ക്യാഷ് എഴുതുക. ക്രെഡിറ്റ് ഐറ്റമാണ് 2 ക്യാഷ്, അതുകൊണ്ട് 2 കൂടെ ചേർത്ത് ക്യാഷ് എഴുതണം. എന്നിട്ട് നറേഷൻ കൊടുക്കണം, ബീയിങ് മെഷീനറി പർച്ചേസ്ഡ്. ഇത്ര എഴുതി കഴിഞ്ഞ ശേഷം ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ ക്യാഷിൻ്റെ എമൗണ്ട് എഴുതണം. അപ്പോൾ അത് ക്യാഷിൻ്റെ എമൗണ്ട് കോളം എഴുതേണ്ടത് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലാണ്. അപ്പോൾ രണ്ടാമത്തെ എമൗണ്ട് കോളത്തിൽ 15 lakh എഴുതണം, അത് ക്യാഷിൻ്റെ എമൗണ്ടാണ്. അത് അവിടെ എഴുതിയ ശേഷം ഈ ജേണൽ എൻട്രി കംപ്ലീറ്റ് ആവും. അതാണ് മൂന്നാമത്തെ പ്രോബ്ലം ആണ് നമ്മളുടെ കണ്ടത്. മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്, നറേഷൻ ബീയിങ് മെഷീനറി പർച്ചേസ്ഡ്. എമൗണ്ട് കോളം ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ 15 lakhും ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ 15 lakh എഴുതണം. അതോടെ ഇത് കംപ്ലീറ്റ് ആവും.